നല്ല മടിയുള്ളപ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും? ഇതുപോലെ ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിച്ച് നോക്കട്ടോ. ഒറ്റ കുക്കറിൽ പണി കഴിയും. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചൂടാക്കുക. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ലീഫ് ഇതെല്ലാം കൂടെ ഇട്ട് ചൂടാക്കി അത് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള സവോള ഇട്ട് കൊടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വന്നാൽ അതിലേക്ക് ഒരു 5 പച്ചമുളക് ചതച്ചതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്തേക്ക് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് തക്കാളി പതുക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് മുളക് പൊടിയുടെ ആവശ്യം വരുന്നില്ല കേട്ടോ. അതിന് പകരമായിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചവയെല്ലാം മാറുന്ന വരെ മിക്സ് ചെയ്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫ് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് മുറിക്കണം. നമ്മൾ കറിക്കുള്ള കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചാൽ അത് വെന്ത് കഴിയുമ്പോൾ വീണ്ടും തീരെ കുഞ്ഞായി പോകും. അതുമെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില, പുതിനയില അതും കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യണം. ബീഫിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് ഒരു 2 കപ്പ് അരി കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബീഫ് വേവിച്ച വെള്ളം ബാക്കി ഉണ്ടാവുമല്ലോ അതും കൂടെ ചേർത്ത് അരിക്ക് ആവശ്യമായിട്ട് വരുന്ന ബാക്കി വെള്ളവും കൂടെ നമ്മൾ എക്സ്ട്രാ ചേർത്തിട്ട് മൂടി വയ്ക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലായിരിക്കണം ടോട്ടൽ വെള്ളം ഒഴിക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. എന്നിട്ട് മൂടി വെച്ച് ഒറ്റ വിസിൽ വേവിച്ചാൽ മതി. ഇത്രയായാൽ നല്ല ടേസ്റ്റി ബിരിയാണി റെഡി. വളരെ കുറച്ച് പണികൾ മാത്രമേ ഇതിനുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ.